ഹലോ, പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്. അത് വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ്. പേര് പോലെ തന്നെ ഈ കേക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, മോയിസ്റ്റാണ്, അതിലേറെ ടേസ്റ്റിയുമാണ്. ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊന്നും മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽക്കം ടു പാറൂസ് പാൻട്രി. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ട ഫ്ലോറാണ്. ഈ 2 കപ്പിൽ 1/2 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് സെൽഫ് റൈസിങ് ആട്ട ഫ്ലോറും ബാക്കി നോർമൽ ആട്ട ഫ്ലോറുമാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെൽഫ് റൈസിങ് ഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കണം. 2 കപ്പിന് 3/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര. ഈ 1 കപ്പ് പഞ്ചസാര ഞാനെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 3 എഗ്ഗ്. ഈ എഗ്ഗിൻ്റെ യെല്ലോയും വൈറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ വളരെ കുറച്ച് ചേർക്കുന്നത്. പിന്നെ 30 ഗ്രാം ബട്ടർ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ടാണ്, ഇച്ചിരി കട്ടിയുള്ളത്. പിന്നെ ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ 1 കപ്പിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനാവശ്യത്തിനനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലോർ ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ അതും, പിന്നെ വാനില പൗഡർ നമ്മൾ ഫ്ലോറിനകത്താണ് ചേർക്കുന്നത്, അതും പിന്നെ ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒന്ന് സീവ് ചെയ്തെടുക്കണം. നമുക്ക് ഈ പൊടികളെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. എത്രയും അരിച്ചെടുക്കുന്നോ അത്രയും നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പൗഡേഴ്സ്, അതായത് നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതായിട്ട് വെൽ കമ്പൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ പൊടിയാണെങ്കിലും കട്ടയായിട്ടായിരിക്കുമല്ലോ, കുറച്ച് ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. ഹോൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും നല്ല സ്പോഞ്ചി ടെക്സ്ചർ കിട്ടാനുമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എഗ്ഗാണ് എടുക്കുന്നത്. ഇതിൻ്റെ യെല്ലോയും വൈറ്റും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് യെല്ലോയും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 എഗ്ഗിൻ്റെ യെല്ലോയും വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 വൈറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ യെല്ലോ ഞാൻ 2 യെല്ലോയും എടുക്കാറുള്ളൂ. കാരണം 3 യെല്ലോ ചേർക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ വരും, നമ്മുടെ ഓറഞ്ച് കളറൊക്കെ ചെയ്തൊരു അവസ്ഥ, ആ ഒരു കളർ വരും. അപ്പം ഈ വാനിലേക്ക് ഒരു വൈറ്റ് കളറാണല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ ആ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ 2 യെല്ലോയും എടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ വൈറ്റിൽ നമ്മൾ ലേശം ഉപ്പിട്ടിട്ട്, അതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്രോത്തിങ്, നല്ലൊന്ന് പതഞ്ഞ് വരും നല്ലതായിട്ട്. ഒരു നുള്ളുപ്പിട്ടാൽ മതി കേട്ടോ. ഇനി ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് വിസ്ക് ആയാലും തടിത്തവി ആയാലും കുഴപ്പമില്ല. പക്ഷേ ഹാൻഡ് വിസ്കും തടിത്തവി ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് ഒരു 9-10 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെങ്കിൽ, എനിക്ക് ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെങ്കിലാണ് അത് നല്ലതായിട്ട് പൊങ്ങി വരുന്നത്, പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഹാൻഡ് ബീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിനകത്തോട്ട് പഞ്ചസാര പൊടിച്ചതിൽ ഞാനൊരു പകുതി പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാൻ പോവുകയാണേ. അതായത് ഇപ്പോൾ അത്യാവശ്യം ഫോമായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഷുഗർ ചേർത്തില്ല. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല സ്റ്റിഫ് പീക്കാവുന്ന വരെ, അതായത് നമ്മൾ മിക്സർ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പീക്സ് ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അത്രയും വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്യണം. അത് നമ്മൾ ആ പോട്ട് തിരിച്ചിങ്ങനെ ടേൺ ചെയ്താലും ഒന്നും താഴെ വീഴാത്ത രീതി വരെ അത്രയും വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഹാഫ് എമൗണ്ട് പഞ്ചസാരയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഹാഫ്. ഓക്കെ, നമ്മളിവിടെ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ പീക്സ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ പൊക്കുമ്പോൾ അതിങ്ങനെ നിൽക്കണം, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനി ഇവിടെ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ബാക്കി ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വേണം നമ്മൾ ഈ എഗ്ഗ് വൈറ്റ് നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പം ഇതിനി ഇവിടെ ഇരിക്കട്ടെ.
ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ്ഗും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യേണ്ടതുകൊണ്ടേ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്തു. ഇനി ഈ ബട്ടർ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ മുമ്പ് എടുത്ത് വെച്ച പഞ്ചസാരയിൽ ഹാഫ് നമ്മൾ വൈറ്റ് മിക്സ് ചെയ്യാനെടുത്ത് ബാക്കി ഹാഫ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ നമ്മുടെ ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ ഒന്ന് കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാര ഏറെ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ തെറിക്കും ഒരുപാട്. അതുകൊണ്ട് ജസ്റ്റ് ഞാനിത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ബീറ്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 2 യെല്ലോ ഉള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ യെല്ലോ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ്, ഞാനിവിടെ ബട്ടർ വാനില എടുത്തേക്കുന്നത്, ഇതിന് കളറില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് വാനിലയിലും എടുക്കാം. അപ്പം വാനില എസൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ടയുടെ യെല്ലോ നിങ്ങൾ ഒരുപാട് മിക്സ് ചെയ്യരുത്, അത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി, ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് യോഗട്ടാണ് ആഡ് ചെയ്യാനുള്ളത്. 2 ടേബിൾ സ്പൂൺ യോഗട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യോഗട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളുടെ പൊടി കുറേശ്ശെ, ഇപ്പോൾ തന്നെ ഇതൊരു നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു മിക്സറാണല്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ പൊടി കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മിക്സറിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് പെയ്യെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് മിൽക്ക് കൂടെ ചേർത്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം ഇപ്പം മിൽക്ക് ചേർത്തില്ലെങ്കിലേ അത് കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. വെറുതെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ബാക്കിയുള്ള പൊടികളിലൂടെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് മിൽക്ക് ചേർക്കരുത്. മിൽക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള മിൽക്ക് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് ലൂസായി പോയാൽ നമ്മുടെ എഗ്ഗ് വൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ലൂസാകും. അപ്പോൾ അതിനനുസരിച്ച് വേണം. ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ടുണ്ട്, ഒരുപാട് ലൂസല്ല, ഇത്തിരി തിക്കായിട്ടുള്ളൊരു ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എഗ്ഗ് വൈറ്റൂടെ ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടണം. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് എഗ്ഗ് വൈറ്റൂടെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് ചേർക്കാം. എഗ്ഗ് വൈറ്റ് വളരെ കുറച്ചായിട്ട്, അതായത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് തന്നെ ചെയ്യണം, ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആവണം. ഇടയ്ക്ക് എഗ്ഗ് വൈറ്റ് ഇങ്ങനെ കിടന്നാൽ ആ ഭാഗം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പം ആ ഭാഗം അങ്ങ് താന്നു പോകും നമ്മുടെ കേക്ക് പൊങ്ങി വരുമ്പോഴേ. അപ്പം എല്ലാം നന്നായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ആക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എഗ്ഗ് വൈറ്റൂടെ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗ് വൈറ്റ് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പം വളരെ സോഫ്റ്റാണ്, ലൈറ്റാണ് നമ്മുടെ ബാറ്റർ. ഇപ്പോൾ ആവശ്യത്തിന് കൺസിസ്റ്റൻസിയാണ്, ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ല, റിബൺ കൺസിസ്റ്റൻസിയാണ്. അപ്പം ഇങ്ങനെ എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്റർ ലൈറ്റാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം ബേക്കിംഗ് പൗഡർ ഇങ്ങനെയുള്ളതിനകത്ത് ചേർക്കാതെ എഗ്ഗ് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി എടുത്ത് കേക്ക് പൊക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ഒരു സ്ക്വയർ ടൈപ്പിലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തേക്കാണ്. നിങ്ങൾക്ക് ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എടുത്തിട്ട് അതിനകത്ത് ഇപ്പം പാച്ച്മെൻറ്റ് പേപ്പർ ഇല്ലെങ്കിൽ ഇച്ചിരി ബട്ടർ ഓയിലോ പുരട്ടി പൊടി തട്ടി എടുത്താൽ മതി. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഈ നമ്മുടെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിത് ട്രേയിലേക്ക് ഒഴിക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ കൺസിസ്റ്റൻസി റിബൺ പോലാണത് വന്ന് വീഴുന്നത്. ഇതേ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ട്രേയിലൊന്ന് ഒഴിച്ച് ഇതൊന്ന് ലെവലാക്കി എടുക്കട്ടെ. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരു 15 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യണം.
ഇതാ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടൈറ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് എടുക്കണം. ഇല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ആയാലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് മൂവ് ചെയ്യിക്കണം. അപ്പം ടാപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും എയർ ബബിൾസ് അകത്ത് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ബ്രോക്കൺ ആയിക്കോളും. അപ്പോൾ അതിനകത്ത് കേക്കിൽ നമുക്ക് അങ്ങനെ വലിയ ഹോൾസ് ഒന്നും വരില്ല. ഇത്രയേ ഉള്ളൂ. വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. ഓവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് 35 to 40 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടെമ്പറേച്ചർ ടൈമും. അപ്പം നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ഈ ടെമ്പറേച്ചർ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എൻ്റെത് ഈ OTG ഓവനാണ്. അപ്പം നിങ്ങളൊരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തൊട്ട് ഒന്ന് കെയർഫുൾ ആയിരുന്നാൽ മതി. ഇനി നമുക്ക് ബേക്ക് ചെയ്തതിന് ശേഷം കാണാം. ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 35 മിനിറ്റ്സ് ആണ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും അതിനനുസരിച്ച് നിങ്ങളത് സെറ്റ് ചെയ്താൽ മതി. അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം അത് ഇൻസൈഡ് കുക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അതിപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ലൈക്ക് ഇതുപോലൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പം അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് പെട്ടെന്ന് എടുത്തേക്കുന്നതല്ലേ. ഓവനിൽ ഹൈ ടെമ്പറേച്ചർ ആയിരുന്ന കേക്ക് നമ്മൾ പെട്ടെന്ന് ലോ ടെമ്പറേച്ചർ വെച്ചിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് കേക്ക് പൊങ്ങിയ കേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അപ്പം തന്നെ എടുത്ത് താഴെ വെച്ചിട്ട് അപ്പം തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. എന്താ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. 10 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട, കാരണം മോൾഡ് നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടത്ത് ഒരുപാട് നേരം ഇരുന്നാൽ സൈഡൊക്കെ ഹാർഡായി പോകും. അപ്പം നമുക്ക് മോൾഡിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. കേക്ക് അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. പക്ഷേ ഇത് മുഴുവനായിട്ടും തണുത്തിട്ടില്ല. അപ്പം മുഴുവനായിട്ടും തണുക്കാതെ നമുക്കിതൊന്നും കട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട, കാരണം ഇത് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. കറക്റ്റായിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കേക്കൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നമുക്ക് വളരെ സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്, എന്നാൽ നല്ലൊരു മോയ്സ്ചറായിട്ടുള്ളതാണ്. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിട്ട് വളരെ സോഫ്റ്റാണ്. കേക്ക് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അതിലും നല്ലതായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.